സോ നമസ്കാരം, രേണു സുധിയാണ് സബ്ജക്റ്റ്. ഞാൻ ഇതിനു മുമ്പ് ഒരു 2 വീഡിയോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇവരൊരു ഇൻ്റർവ്യൂ, ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ തമ്പനിയിൽ കാണിക്കുന്നതിന് തമ്പനിയിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ, ഇതിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയോ. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ തീർന്നു എന്നാണ് വിചാരിച്ചത്. അതിനുശേഷം ഇപ്പോൾ സെക്കൻഡ് ഒരു ഇൻ്റർവ്യൂ കൂടി വന്നിട്ടുണ്ട്. സെക്കൻഡ് ഇൻ്റർവ്യൂവിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോനെ കുറിച്ച് ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. കാര്യം നമ്മൾ ചെയ്തൊരു വീഡിയോ കണ്ടു, അതിനെയും മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ പുള്ളിക്കാരി ആ ഇൻ്റർവ്യൂവിൽ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ തമ്പനയിൽ ഇട്ടേക്കുന്നത്. ഈ ഒരു വീഡിയോയോടുകൂടി കുറേ കാര്യങ്ങൾ എനിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, കുറേ സത്യങ്ങൾ. ഇതൊരിക്കലും രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിനെ ഡിഫെയിം ചെയ്യാനോ അവർ മഹാകള്ളിയാണെന്ന് പറയാനോ ഒന്നുമല്ല. പക്ഷേ അവർ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള കുറച്ച് കള്ളത്തരങ്ങൾ, കുറച്ച് കാര്യങ്ങളൊന്നും പൊളിച്ചടക്കണം. പിന്നെ ഇവർ പറയുന്ന ഒരു കിച്ചുവിനെ കുറിച്ച് പറയുന്ന ഒരു വേർഷനും കിച്ചു എന്താണ് പറയുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അവരുടെയൊക്കെ തന്നെ വായിന്ന് തന്നെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഫുള്ള് കാണുന്നതോടുകൂടി ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി കിട്ടും. ഇനി ഇവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധ്യത കുറവാണ്. കാര്യം ഈ 2 ഇൻ്റർവ്യൂയോടുകൂടി ഇവർ ഈ പരിപാടി കഴിഞ്ഞ്. ഇനി സാധ്യത കൂടുതലുള്ള കിച്ചു എന്തെങ്കിലും പ്രതികരിക്കണം. അതിന് വളരെ എനിക്ക് തോന്നണില്ല ആ ചക്കനിന് എന്തെങ്കിലും ഇതിൻ്റെ പുറകെ പോകുന്നുള്ളത്. അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് അവൻ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുക, എഗെയിൻ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഈ വക ഷിറ്റ് കേസിലേക്ക് ഇനി വന്ന് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ കുറച്ചധികം ഓഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. അതായത് ഇവർ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിടുകയല്ല. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. ആ വീഡിയോ കാണാത്തവരാണ് ഇതിന് ശേഷം അതൊന്ന് കാണണം. കാര്യം ഞാൻ ചെയ്ത ആ വീഡിയോനെ കുറിച്ച് ഇവർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിൽ ഇവരുടെ ഒരു കുറച്ച് കള്ളത്തരങ്ങൾ നമ്മളൊന്ന് പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിൻ്റെ അവരുടെ വിഷമങ്ങളിൽ കൂടി, അവരുടെ സങ്കടങ്ങളിൽ കൂടി, അല്ലെങ്കിൽ അവരെ അടുത്തറിയാവുന്ന ആൾക്കാരിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞായിട്ടുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവർ ഏറ്റവും കൂടുതൽ ക്യാൻസർ എന്ന് പറഞ്ഞ സമയത്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടാണ് എൻ്റെ ഈ ചാനലിൽ കിടക്കേണ്ടത്. ഐ തിങ്ക് ഈ ചാനലാണോ അതോ പഴയ ചാനലാണോ, ഈ ചാനലിൽ കിടക്കേണ്ടതുകൊണ്ട് ഫസ്റ്റ് വീഡിയോയിലെങ്ങാണ്ട് രേണു സുധിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഇട്ടേക്കണേ. അതായത് അവരൊരു വിഷമം മനസ്സിലാക്കിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് റിവീൽ ചെയ്യുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന് എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഒന്നും കിട്ടാൻ വേണ്ടി മാത്രം ഇട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഇട്ടത്. പക്ഷേ അതെങ്ങനെ അവർ ഈ നെഗറ്റീവായിട്ട് ഇപ്പോൾ വെറുപ്പിച്ചെടുത്തു എന്നുള്ളതെല്ലാം ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് തുടങ്ങാം. ഈ ആങ്കർ ആദ്യം പറഞ്ഞിരുന്നത് തമ്പനയിലും ടൈറ്റിലിനെ കുറിച്ചാണ്. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ഈ തമ്പനയിൽ കൊടുത്തേക്കണത് എന്തൊക്കെയാണ്? ക്ലിക്ക് ബൈറ്റിന് വേണ്ടി കൊടുത്തതാണ്. എല്ലാവരും ക്ലിക്ക് ബൈറ്റിന് വേണ്ടി തന്നെ കൊടുക്കുന്ന വീഡിയോയിൽ ഇങ്ങനെ തമ്പനയിലും ടൈറ്റിലും എല്ലാം. ഇവരതിനെ കുറ്റം പറഞ്ഞിട്ട് ഇവർ ചെയ്തു വെച്ചാൽ നോക്കിയേ, കിച്ചു എന്നെ ചതിച്ചു, പൊട്ടിക്കരഞ്ഞ് രേണു സുധി. കിച്ചു ചതിച്ചതിനെ കുറിച്ച് ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, ഇത് കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുന്നത്? ആദ്യത്തെ വീഡിയോയിൽ കുറേ ഗർഭത്തിൻ്റെ മറ്റേൻ്റെയൊക്കെ കഥ പറയുന്നുണ്ട്, അതാന്ന് വിചാരിക്കും. ശരിയല്ലേ? ഇനി അവൻ ചെയ്ത ക്രൂരത, ഭയങ്കര ക്രൂരതയായിരുന്നല്ലേ ചെയ്തു വെച്ചത്. എന്തോന്നൊക്കെ അടിച്ചു കയറ്റി വെച്ചേക്കണേ. നിൻ്റെ നീരും മാംസവും അവൻ ഊറ്റിക്കുടിച്ചു. ആര്? ഡ്രാക്കുളേ. കുറെ സാധനം വന്ന് അടിച്ചേറ്റി വെച്ചേക്കണം. ഇനി തുടങ്ങാം നമുക്ക് ഇന്റർവ്യൂവിന്റെ വീഡിയോയിലേക്ക്. പുറത്തു പോകാൻ പറ്റത്തില്ല വരെ. പക്ഷെ ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നില്ലേ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ? അയ്യോ ഉണ്ടോന്നോ. പിന്നെ ആകെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടുകാരെ കണ്ടോണ്ട് വേറെ വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. എൻ്റെ ചേച്ചിയെ സമ്മതിക്കണം. എന്നെ കുളിപ്പിക്കുന്നവരെ ചേച്ചി എനിക്ക് പറ്റത്തില്ല, കുളിക്കാൻ തന്നെ പറ്റത്തില്ല, ഇപ്പോഴും പറ്റത്തില്ല. ഈ കൈ ശ്രദ്ധിക്കണം നമ്മൾ. ഇതാണ് കള്ളാണെന്ന് പറഞ്ഞു അല്ലേ? ഇതാണ് കള്ളാന്ന് പറഞ്ഞത്. അപ്പുറത്തെ കൈ കാണിച്ച ഇത് ഓൾറെഡി ഇട്ടതാണ്. ഇവിടെ പിക്ക് ലൈൻ ഇട്ടിട്ട് ഇത് ഇൻഫെക്ഷൻ ആയടാ. ഇൻഫെക്ഷൻ ഹാർട്ടിലോട്ട് കിടക്കുന്നതായിരുന്നു. അപ്പൊ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തിട്ട് ഇപ്പുറത്തെ കയ്യിലോട്ടിട്ട്. കാരണം ഇതിനി 3 കീമോ ഇതിനകത്തൂടെ പോകണം. ഇതിലൂടെ പോകും. നമ്മുടെ കൈ കുത്തി ഇതാക്കാതിരിക്കാനാണ് അവർ ഇത് ഇട്ടേക്കുന്നത്. ഹാർട്ടിൽ കിടക്കുന്ന സാധനം, ഹാർട്ടിന്റെ മെയിൻ വെയിനിൽ കിടക്കുന്നതാണ്. നമ്മൾ എന്തിനാ അത് ഒട്ടിച്ച് വെക്കുന്നത്? കള്ളം പറയുന്നത്. 2-3 കാര്യങ്ങൾ. ഇപ്പുറത്തെ കയ്യിൽ കാണിച്ചൊരു സാധനം കണ്ട എത്ര ഡോട്ടുകൾ ഉണ്ട് അവിടെ. ഈ പിക്ക് ലൈൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അഗെയിൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് മാന്യമായിട്ട് തിരുത്തിക്കോ. ആര് വേണമെങ്കിലും തിരുത്തിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഒരു പരിമിതമായൊരു ഇതിൽ ഞാൻ അന്വേഷിച്ചറിഞ്ഞൊരു കാര്യമാണ്. രേണുവിനെ പോലെ അത്ര ഭയങ്കര ജ്ഞാനമൊന്നും ഇതിൻ്റെ അകത്തില്ല. എന്നാലും പിക്ക് ലൈൻ ഇടുന്ന സമയത്ത് അത് വെയിനിലേക്ക് ആ സാധനം ഇത് ചെയ്യും. അതിനുശേഷം സ്റ്റിച്ച് ഇടുന്നുണ്ട്. ഈ 2 പാടുകളാണ് അവിടെ വരുന്നത്. ഇതിപ്പോൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തേക്ക് മറ്റേ ഇത് എന്തോ ഒരു പൂത്തുമ്പിയുടെ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ് അതിനെ പറഞ്ഞ ക്യാനില്ലേ, ആ ഒരു സാധനം കണ്ട് അറ്റാച്ച് ചെയ്യില്ലേ, അതിൻ്റെ ഒരു പാടുകൾ പോലെയാണ് എനിക്ക് തോന്നിയേക്കണ ഈ സാധനം. ഇനി ഇവർ പറഞ്ഞേക്കണ പോലെ പിക്ക് ലൈൻ ഇട്ടേക്കണ എന്താണ് ശരി, സമ്മതിക്കുന്നത്. പക്ഷേ ആ ഇൻഫെക്ഷൻ വന്നു എന്നുള്ള സാധനം പറഞ്ഞില്ല. ഇൻഫെക്ഷൻ എങ്ങനെ വന്നു? ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇൻഫെക്ഷൻ വരുന്ന ചിലരുണ്ട്. രേണുവിന് എങ്ങനെ ഇൻഫെക്ഷൻ വന്നു എന്നുള്ളത് ഞാനിനി പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവർ പറഞ്ഞു വെച്ച സാധനം ഹാർട്ടിലേക്ക്, എന്താണ് ഹാർട്ടിലേക്ക് കൊണ്ടുപോയി കുത്തുന്ന
അറിയാൻ പാടില്ലെങ്കിൽ പറയരുത്, അറിയാൻ പാടില്ലെങ്കിൽ പറയരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊന്നും നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണമെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ തുറന്നു പറയണമെന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല. നിങ്ങൾ അറിയാൻ ഒന്നില്ല, ഈ ഡോക്ടേഴ്സിനെ ആരെങ്കിലും വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യും, ഫൈൻ, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരാളുടെ വോയിസ് ഒന്ന് വെച്ച് തരാം കേട്ടോ. ഈ പിക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ പെരിഫറൽ ലൈനിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കത്തീറ്ററാണ്. ഈ സാധനം നമുക്ക് ഈ കയ്യിൽ സ്ഥിരമായിട്ട് നമ്മൾ ക്യാൻലയുടെയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വെയിന് തിന്നാവും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ പിക് ലൈൻ ഇടുന്നത്. ഈ സാധനം ഇടുന്നത് ഹാർട്ടിലല്ല. ഇതിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ വെയിനിൽ, അതായത് ഹാർട്ടിൻ്റെ അടുത്തുള്ള ലാർജ് വെയിനിൽ ആണ് ഇത് ഇടുന്നത്. പിന്നെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കൈ അനക്കാതെ ഫുൾ ടൈം വെച്ചുകൊണ്ടിരിക്കണം എന്നല്ല, പക്ഷെ ആ കൈക്ക് സ്ട്രെയിൻ കൊടുത്തോ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു കൈ മൂവ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ സാധനം കൊണ്ട് കുത്തി ഹാർട്ടിലോട്ടൊന്നുമല്ല ഇടുന്നത്, നമ്മുടെ ഹാർട്ടിൻ്റെ അടുത്തുള്ള, അതായത് ഹാർട്ടിൻ്റെ നിയർ ആയിട്ട് ഹാർട്ടിൻ്റെ അടുത്ത് വരുന്ന തിക് വെയിനിലാണ് ഇത് ഇടുന്നത്, അല്ലാണ്ട് ഹാർട്ടിലല്ല. ഏത് ഡോക്ടറാണോ ഇത് ഹാർട്ടിലായിട്ടേക്കുന്നതെന്ന് പറഞ്ഞതെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാം. രേണുസുതി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ ഒരു അറിവ് നമ്മൾ മാനിക്കുന്നു, എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതും ക്ഷമിക്കണം. എന്നാലും ഒന്ന് പറഞ്ഞു തരാമോ, ഏത് ഡോക്ടറാണ് ഇത് ഹാർട്ടിലേക്കാണ് നിങ്ങളുടെ ഈ കയ്യിലിട്ടേക്കണ പിക് ലൈൻ നേരെ ഹാർട്ടിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയി കുത്തിയേക്കണേ എന്നുള്ള സാധനം ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരം ഓർന്ന്. കാര്യം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ പറയണത് ശരിയെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നവർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ, ആ പ്രശ്നം തീർന്നല്ലോ. ഇവർ പറഞ്ഞു നോക്കുന്ന പല കാര്യങ്ങളും കേട്ടാൽ തോന്നും എഗെയിൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്, ലോകത്താദ്യമായിട്ട് ക്യാൻസർ വന്ന ആൾ, ലോകത്താദ്യമായിട്ട് ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരുടെ കുടുംബത്തുള്ളവർ, ലോകത്താദ്യമായിട്ട് പിക് ലൈൻ ഇട്ടത് ഇവർക്ക്, ലോകത്താദ്യമായിട്ട് ഇൻഫെക്ഷൻ വന്നത് ഇവർക്ക്, അത് മാറ്റി ഇപ്പറ കയ്യിലേക്ക് ഇട്ടത് ഇവർക്ക്, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് ഇവർ, ലോകത്താദ്യമായിട്ട് ക്യാൻസർ വന്നപ്പോൾ കുടുംബക്കാരൊക്കെ ഇട്ടുകൊണ്ട് പോയവർ. എൻ്റെ പൊന്നോ എന്തൊക്കെയാണ് കേൾക്കണത്, കളിയാക്കുന്നല്ലാട്ടാ, ഈ ഇൻ്റർവ്യൂവിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പറഞ്ഞതാണ്. ഇനി വളരെ വാലിഡ് ആയിട്ടുള്ള വേറെ ചില ചോദ്യങ്ങളും കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഒരു ക്യാൻസർ പേഷ്യന്റ് കഴിഞ്ഞ ദിവസം എങ്ങാണ്ട്, ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു, ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെ നമ്മൾ കൈയിട്ട് അനക്കണം എന്നാൽ മാത്രമേ ഇത് ബ്ലോക്ക് ആകാതിരിക്കത്തില്ല. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിട്ട് ഹാർട്ടിലിടും. ഈ സാധനം കീമോപോട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിനി ഹാർട്ടിലോട്ടിടും. അതുകൊണ്ടാണ് ഞാൻ ഈ കൈയെല്ലാം അനക്കിക്കൊണ്ട് എപ്പോഴും. പിന്നെ നമ്മുടെ മനസ്സ് നമ്മൾ എങ്ങനെ ഓടി നടന്നാ ചിത്ര, ഞാൻ എങ്ങനെ ഓടി നടന്നാന്നറിയാം, പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഓടി നടന്നാ ഞാൻ ഇങ്ങനെ ഓടി നടക്കാൻ നിങ്ങൾ എന്താ വല്ല ഒട്ടകപക്ഷി എങ്ങാനായിരുന്ന ഓടി നടന്ന്. ശരിയാണ്, ഇങ്ങനെ ഒരു അസുഖം വരുമ്പോഴേക്കും അധികം ഓടി നടക്കാൻ പറ്റത്തില്ല, റെസ്റ്റ് എടുക്കണം. ഈ സാധനത്തിന് ഈ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എൻ്റെ ലാസ്റ്റ് ഇട്ട ഞാൻ വീഡിയോയുടെ ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അല്ല, ഏതോ ഒരുത്തൻ ആ വീഡിയോ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ക്യാൻസർ എൻ്റെ വീഡിയോ എൻ്റെ പെർമിഷനിലാണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ സാധനം പറഞ്ഞിട്ടുണ്ടായതോ അവനെന്താണ്ട് കൊണ്ട് ഉണ്ടാക്കി വെച്ച വീഡിയോ പോലെ. ഞാൻ എഗെയിൻ അത് ചോദിക്കുക, ക്യാൻസർ പേഷ്യൻ്റാണെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടിയും പറഞ്ഞിട്ടില്ല ക്യാൻസർ പേഷ്യൻ്റാണെന്ന്. നിങ്ങൾ സ്വയം അങ്ങനെ ഉണ്ടാക്കിയിട്ട ക്യാൻസർ പേഷ്യൻ്റ് അല്ല. ആളുടെ അസുഖം എന്താണെന്ന് ഏതാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് അത് വെച്ചിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലക്ഷങ്ങൾ കോടികൾ ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷനാണ്. അവർ കിടക്കുന്ന അതേ വാർഡിൽ തന്നെ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. ഡോക്ടേഴ്സായിട്ട് നല്ല കണക്ഷൻ, 1-2 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ വ്യക്തി. പിന്നെ രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ കീമോയും കാര്യങ്ങളൊക്കെ, നാലാമത്തെ കേസ് കീമോയും കാര്യങ്ങളൊക്കെ ഇവൾക്ക് കഴിഞ്ഞതാണ് ഓൾറെഡി. നല്ല രീതിയിൽ ഈ പറഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയാം, എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചില കേസസിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില മെഡിസിനും എന്തെങ്കിലും ഫോട്ടോ ഇട്ട് കൊടുക്കാൻ ഇത് എന്താ സാധനം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. എനിക്ക് കഷ്ടപ്പാടും ദുരിതമുള്ള രേണു ഈ വീഡിയോയിൽ ഫുള്ള് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഇത് എൻഡ് ഓഫ് ദ ഡേ ദിസ് ഈസ് യുവർ ബ്രെഡ് ആൻഡ് ബട്ടർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, അത്രേ ഉള്ളൂ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഞാൻ ക്യാൻസർ തുടങ്ങിയപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കളോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അവരന്ന് എന്നോട് പറഞ്ഞത്, ഈ ക്യാൻസർ ജേണിയിൽ ഞങ്ങളും ഉണ്ട് രേണു, ഞങ്ങളൊപ്പം ഉണ്ട്, കൂടെ പൊക്കോളാൻ പറഞ്ഞ ആരും ഒരു മെസ്സേജും ഇല്ല, അവരൊരു വിളിയില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവർ, എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല, എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവർ വരാം രേണു, ഞങ്ങൾ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും വരാം കേട്ടോ, ഞങ്ങൾ വന്നിരിക്കും. ആരും വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് എന്നെ കാണാൻ വന്നത്. സീമാജി നായരൊക്കെ എന്നെ കാണാൻ. സീമാജി നായരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴും കുറ്റം പറച്ചിൽ മാത്രമല്ല, ഇന്ന ആൾ വന്നു ഇന്ന ആൾ വന്നില്ല.
നിങ്ങൾ നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് നോക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫായിട്ട് മുമ്പോട്ട് പോകൂടെ. എന്തിനീ വന്നവരും പോണവരൊക്കെ പിടിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു അസുഖം പിടിച്ച് നിൽക്കുന്ന നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, വഴിയെ പോണ ആൾക്കാരും വന്നവരും എല്ലാവരും നിങ്ങളെ കാണാൻ വരുന്ന ഒരു സിറ്റുവേഷനിലാണോ നിങ്ങളിരിക്കുന്നത്? ഞാൻ ഈ വീഡിയോ കാണുന്ന ജനങ്ങളോടാണ് പറയുന്നത്. ഇവരിപ്പോൾ പറഞ്ഞേക്കുന്ന 3rd കീമോ കഴിഞ്ഞ് 4th കീമോ കണ്ടായി നിൽക്കുന്നല്ലേ പറഞ്ഞത്, ഇഫ് ഐ എം നോട്ട് റോങ്. ഈ ഒരു സ്റ്റേജിൽ ഇതുപോലൊരു ഇൻ്റർവ്യൂവിന് അവരെ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കാൻ പാടുണ്ടോ? രേഷ്മ പി തങ്കച്ചൻ ഒന്ന് അന്വേഷിച്ച് നോക്ക്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് പറ. മാസ്ക് പോലും ഇട്ടിട്ടില്ല രണ്ടുപേരും. ഓക്കെ, ഇവർ പറയുന്ന ഇവരുടെ കയ്യിൽ കൂടി കാലിൽ കൂടിയും തലയിൽ കൂടി ഒക്കെ കയറ്റുന്ന മെഡിസിൻസ്, അല്ലെങ്കിൽ ഇവരുടെ അസുഖത്തിൻ്റെ സീരിയസ്നെസ്, ഇവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ്, ഇവർ പറയുന്ന വേർഷൻ കറക്റ്റ് ആണെങ്കിൽ യു ഷുഡ് വിയർ എ മാസ്ക്. അതിൻ്റെ ആ ഇരിക്കുന്ന ആങ്കറെങ്കിലും അറ്റ്ലീസ്റ്റ് മാസ്ക് ഇടണം. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ മാസ്കോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഇനി ആങ്കറും രേണുസുതിയും മാത്രമാണ് അവിടെ ഉള്ളത്? അല്ല, ക്യാമറമാൻ ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ വേറെ ക്രൂസ് ഉണ്ടാവും, വേറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. ഫൈൻ. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്നിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഹെൽത്ത് കണ്ടീഷനുള്ള ഒരാൾ ഇങ്ങനെ ചുമ്മാ വന്നിരുന്നിട്ട് ഇങ്ങനെയാണോ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്? ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ ഇവർ കാണിക്കുന്ന ഗസ്റ്റേഴ്സാണ് ഞാനിപ്പോൾ കാണിച്ചത്. അല്ലാതെ ഞാൻ ഇവരെ കളിയാക്കുന്നല്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കണം. ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പാടുണ്ടോ? അതും എഗെയിൻ നിങ്ങളുടെ ഇൻഫെക്ഷൻ, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ആണോ അല്ലയോ? അത്രയും പറഞ്ഞാൽ മതി. ഞാൻ ആണെന്ന് സ്ഥാപിച്ചെടുക്കുകയല്ല, ആണോ ഇല്ലയോ അറിയാവുന്നവർ പറഞ്ഞു. നമുക്ക് ആദ്യമായിട്ട് നമ്മളെ അമ്മയെന്ന് വിളിച്ചൊരു കുട്ടിയായിരുന്നു അവൻ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, 2016 ലാസ്റ്റാണ് സൂചേട്ടൻ എനിക്ക്, ഞാൻ അന്നൊക്കെ പാടുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, എനിക്കിങ്ങനെ. എൻ്റെ പൊന്നോ പാടല്ലേ, പാട്ടൊക്കെ നല്ലതാ, അതിനൊന്നും ഞാൻ മോശം പറയുന്നില്ല. ഇവർക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയും, ഇത് എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, എനിക്കിഷ്ടമാണ്. ഇവരതിന് ശേഷം ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്, നല്ല രസമുണ്ട്. അത് എൻ്റെ ഫേവറേറ്റ് സോങ് അത്. മറ്റേ വെണ്ണില കൊമ്പിലേരാപ്പാടി, ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ഏത് റൂട്ടിലേക്ക് പോണേ, മാറി രേണുസുതി എന്നെ വഴിയെത്തിക്കല്ലേ. ഓക്കെ, അപ്പോൾ ഈ കിച്ചുവിനെ കുറിച്ചാണ് ഇപ്പോൾ ഇനി പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും ഒരു പോർഷൻ കഴിഞ്ഞാൽ കിച്ചുവിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങും, പിന്നെ മൊത്തം അപരാധം. ഇതിലും അത് തന്നെ സംഭവിച്ചാണ്. തുടക്കം പോലെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് കിച്ചുവിൻ്റെ സാധനം വന്നപ്പോഴേക്കും ഇവർ നേരെ പ്ലേറ്റ് മറിച്ചു. ഇവർ കിടന്ന് കണ്ണീര് പോലും വന്നില്ല. കണ്ണീര് വന്നെന്ന് നിർബന്ധം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ പറയും അവൾക്ക് കണ്ണീര് വരാത്തതാണ് അവിടെ അതിൻ്റെ കുഴപ്പം എന്നും പറഞ്ഞിട്ട്. ഒന്നുമല്ല, ഇത് കണ്ടറിയാം. ആ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇൻ്റർവ്യൂ വീഡിയോ തുടങ്ങുമ്പോൾ ഹൈലൈറ്റ്സിൽ ഇങ്ങനെ കുറച്ച് ക്ലിപ്സൊക്കെ യൂസ് ചെയ്യും. അതിലേക്ക് എന്താ പറയുക, ഒരു ഹുക്കപ്പ് കിട്ടാൻ വേണ്ടി ഒരു കരച്ചിൽ സംഭവം അവിടെ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് ഫുള്ള് കരച്ചില്ല. പിന്നെ പറയുന്നത് സുധിച്ചേട്ടനെ കിച്ചുവിനെ കുറിച്ച് ഉള്ളത്, അതിൽ കിച്ചുവിനെ കുറിച്ച് ഫുള്ള് കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി കുറ്റം പറയാം. അവൻ എന്നിട്ട് വന്നില്ല, അവൻ എന്നെ നോക്കിയില്ല, അവൻ അത് ഇത്. ആ കൊച്ചാണിപ്പം വലുതായി കഴിഞ്ഞപ്പം, ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മ അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്ര ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവനെ പറ്റി. ഞാനല്ലേ പറയത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലൊതുക്കി. ഇപ്പോൾ ചിത്ര പറഞ്ഞു എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ മാക്സിമം നമ്മൾ മനുഷ്യരാണ്, നെല്ലിപ്പലക കണ്ടെന്ന് പറയത്തില്ല, മാക്സിമം ഞാൻ അത്ര സ്നേഹിച്ചെടുക്കും. എൻ്റെ ഋതപ്പനെ പോലും ഞാൻ ഇത്ര സ്നേഹിക്കും. എൻ്റെ പൊന്നു മോനെ, ഇവരല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത്? ഈ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോലും കാരണമായത് ഇവർ പറഞ്ഞു നോക്കുന്ന ഓരോ കാര്യങ്ങൾ, അതിലുണ്ടാകുന്ന കോൺട്രവേഴ്സീസ്. അവൻ അത്യാവശ്യം സൈബർ അറ്റാക്ക് അല്ലെ അവൻ്റെ പേരിൽ ഉള്ള ചർച്ചകൾ വന്നപ്പോഴാണ് അവൻ ചാനൽ തുടങ്ങിയത്. ഇതൊക്കെ അറിയാത്ത മലയാളികളാണ് ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവൻ കാണാൻ വന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം. ഈ പബ്ലിക്കലി ഒരു ഇൻ്റർവ്യൂവിൽ വന്നിങ്ങനെ വിളിച്ച് പറഞ്ഞ് ആ പയ്യനെ വീണ്ടും ഒരു സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്നതിന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതെ, ഞാൻ ഇട്ട് കൊടുക്കുന്നതാണെന്ന്. എന്തിനാന്ന് നിങ്ങൾ കാണുന്ന ജനങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക. ഇവരുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, എങ്ങനെയും ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ പിടിച്ച് നിൽക്കുക. ഞങ്ങൾ വീഡിയോ എന്നാൽ ശരി, ഇവർ വീഡിയോ ചെയ്ത് കാശുണ്ടാക്കണമല്ലേ ഈ കുറ്റവും മറ്റുള്ളവർ ഇതൊക്കെ പറഞ്ഞിട്ട് ക്യാൻസറാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതിന് ന്യായീകരിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ കാശുണ്ടാക്കട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇവരെക്കുറിച്ച് ഒരു വീഡിയോ പോലും ചെയ്യാതിരുന്ന എന്താ പറയുക, ഞാൻ ചെയ്യാറില്ലായിരുന്നു, ഇപ്പോഴേ ചെയ്തു തുടങ്ങിയത്. ഇതുപോലെ തന്നെ ഇവരെക്കുറിച്ച് മാത്രം വീഡിയോ ചെയ്തിരുന്ന വ്യക്തികളുണ്ട്. ഫോർ എക്സാമ്പിൾ അതുൽ വ്ലോഗ്സ്. അതുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കെങ്കിലും കാണാറുള്ള, അതുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും. അതിൽ കുറേ നാളായിട്ട് രേണുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോയും ചെയ്യാറുന്നില്ല. ഇപ്പോൾ ഈ സാധനം വന്ന പിന്നെയാണ് അതിൽ വീണ്ടും ചെയ്തു തുടങ്ങിയത്.
അത് കാര്യം അതാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇത്ര അപരാധങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും ചെയ്യുക. ഞാൻ അവരാന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യണത് ഇവരെ പറ്റേ മോശമാക്കുന്ന രീതിയിലൊന്നല്ല, ഈ പറഞ്ഞു നോക്കുന്ന കാര്യങ്ങളോടട്ടോ. നിങ്ങൾ ഈ എല്ലാവർക്കും ചിലപ്പോൾ കണക്ട് ചെയ്യണമെന്നില്ല, അതുകൊണ്ടാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണത്. എല്ലാവരും ഇപ്പോൾ കാണുന്നവരായിരിക്കും നീ അവളെ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കണല്ലേ, എടേ അവർ കാണിച്ചു നോക്കണം എന്തുവാടേ. അത് കറക്റ്റായിട്ട് ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഫുൾ നെഗറ്റീവാണ് കമൻറ്റ് ബോക്സിൽ. എന്നിട്ട് പുറത്തുനിന്ന് കുറച്ച് പോസിറ്റീവ് കമൻറ്റ് കൊണ്ടുവന്നിരുന്ന പരിപാടിയുണ്ട്. പിന്നെ ഈ ചാനലിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ വീഡിയോക്ക് നല്ല വ്യൂ ആയിരുന്നു, ഇതിന് വലിയ വ്യൂ ഒന്നുമില്ല. എന്തുകൊണ്ട്? ആൾക്കാർക്ക് കാര്യം മനസ്സിലായി, കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന്. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും, നമ്മുടെയൊക്കെ വീഡിയോ കാണും. ഇപ്പം എൻ്റെ അല്ല കേട്ടോ, ഇതിനൊക്കെ നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. എൻ്റെ എന്താ പറയുക, ഇത് പുതിയ ചാനലാണ്, എൻ്റെ പേരിൽ ഇതിലേക്ക് ട്രാക്ഷൻ വളരെ കുറവാണ്. അങ്ങനെ ഉള്ളവർക്കൊക്കെ അത്യാവശ്യം ഇവർ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ഇൻ്റർവ്യൂ ഇട്ടേക്കുന്ന ചാനലിനേക്കാൾ കൂടുതൽ വ്യൂസ് വരുന്നുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് രേണുസുതി ആൻഡ് ആങ്കർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇൻ്റർവ്യൂ ഓക്കെ, ഇത് ഇൻ്റർവ്യൂ ആയിരുന്നല്ലോ. ഞാൻ പെട്ടെന്ന് ഇത് കണ്ട് കുറച്ച് അവസാനത്തെ ഭാഗത്തിപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു വൈറ്റ് വാഷ് അടിക്കില്ലായിരുന്നു. നന്നായിട്ട് നോക്കിയില്ല, 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് കുഞ്ഞിനെ വിട്ട് അവരല്ലേ വളർത്തിയത്, എന്തുകൊണ്ടപ്പം എന്നെ വഴിതെറ്റിപ്പോയി ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എൻ്റെ അന്ന അച്ഛാമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അമ്മ വളർത്തിയ കുട്ടി എങ്ങനെ അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ. അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്. വളർത്തിയ കുട്ടിയല്ലേ, വെല്ലിച്ചനും വെല്ലിമ്മയും വളർത്തിയ കുട്ടിയല്ലേ, എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കിച്ചുമായിട്ട് രാഹുൽ ദാസുമായിട്ട് കുറച്ച് ഏജിന് ഡിഫറൻറ്റേ ഉള്ളൂ. ഞങ്ങൾ ഒരു അമ്മ മകൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അമ്മയെ എന്താ പറയുക, അത്രയും ഒരു ഏജുള്ള കുട്ടിയെ മതി എന്ത് വാടയിരുന്ന് വേറെ ഒരു അവരുടെ കുടുംബത്തെ കുറ്റം പറയുന്നത്. ഇവരാരെങ്കിലും വന്നിരുന്ന് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാ നിങ്ങളാ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങളുടെ ഫാമിലിയുടെ വിത്തിൻ ഫാമിലിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പോയി വന്നിരുന്ന് പറയാൻ നിങ്ങൾക്കൊരു നാണമില്ലേ? അതിപ്പോൾ ചോദിക്കുന്നതിൻ്റെ കാര്യം എന്താ പറയുക, നിങ്ങൾക്ക് അത്രയും വയ്യ, അത്രയും സുഖമില്ല, നിങ്ങൾ ഇത്രയും ക്യാൻസർ പിടിച്ചിട്ട് ഇത്രയും പ്രശ്നത്തിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളാണ് വന്നിട്ട് ഇതിരുന്ന് പറയുന്നത്. നിങ്ങൾ പണ്ട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, നമ്മൾ ഇതുപോലെ തന്നെ വിമർശിച്ചിട്ട് വീഡിയോ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒരു എക്സ്ട്രാ എഫക്റ്റാണ് അതിന്. ഇത്രയും വയ്യായിരിക്കുന്ന ആൾ ഇവർ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ഗസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യത്തോടും തീരെ വയ്യ അല്ലേ? ഒരാളെങ്ങനെ അവരുടെ ഫാമിലീനെയൊക്കെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ ശരിയായിരിക്കും. അവർ നിങ്ങളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടാവാം, അവരങ്ങനെ ആയിരിക്കും എങ്ങനെ ആയിരിക്കും ഒക്കെ ശരിയാണ്. പിന്നെ വളർത്തിയ കേസ്, ഈ 7-8 വർഷം നിങ്ങളുടെ കൂടെ വളർത്തി എന്നുള്ളതിൻ്റെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ, അതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അവൻ ആ ലൈഫ് സ്റ്റോറിയിലൊന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ വളർന്നതിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കട്ടെ. ഇവിടെ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ പറയാനോ വരുന്നില്ല. ഇവർ തന്നെ ഓരോന്ന് ഇത് ക്യാൻസർ വന്ന അതിൻ്റെ ഒരു ടെൻഷൻ്റെയും പ്രഷറിൻ്റെ ഇടയിൽ നിങ്ങളുടെ കിളി പോയതാണ്. അല്ലെങ്കിൽ ഇതിൽ ഇൻ്റർവ്യൂവിൽ പല പോർഷൻസും കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, കിളിയും കിളിക്കൂടും പോയി എന്നുള്ളത്. അങ്ങനെ ഒന്നും ആവാതിരിക്കട്ടെ. രേണുസുതിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനം എൻ്റെ വീഡിയോയിൽ, ഭേദമാവട്ടെ, ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരട്ടെ, എന്നിട്ട് പഴയ എക്സ്ക്ലൂസീവ് സാധനങ്ങളും മറ്റേ എന്തുവാ കുറേ ആൽബം ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോട്ടെ. ഇതെല്ലാം ആയത് ഇതൊക്കെ എന്റെ ന്യായങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ചേച്ചിക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കാരണമാണോ ഇവര് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ ചിത്രകറയുടെ വൻ വിവാദമായിരിക്കും. അവൾ ആ കൊച്ചിനെ ഇട്ട് കൊടുത്തു അല്ല. എനിക്ക് ഒരു മനസ്സുണ്ട്, എനിക്കൊരു വ്യക്തിയുണ്ട്, ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വാക്കുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ളൊരു ഒരു ഞാനൊരു വ്യക്തിത്വമാണ്, എനിക്ക് സംസാരിക്കണമെന്നേ. വ്യക്തിത്വമോ? ഓക്കെ, അതും ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയി തുടങ്ങി. ആ ക്യാൻസർ റിവീൽ ചെയ്ത സമയത്തുള്ളൊരു സിമ്പതി, സ്നേഹം എനിക്കടക്കം ഉണ്ടായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയാം. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ മാറ്റിയെടുത്തില്ലേ നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട്? നല്ല കാര്യം. അങ്ങനെ ഈ ഒരു വ്യക്തിത്വം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും, നല്ല നല്ല വിലയുണ്ടാവും സമൂഹത്തിൽ. അതൊക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ രേണുവിൻ്റെ സോഷ്യൽ മീഡിയ ഫെയിമിനെ കുറിച്ച് ആങ്കർ പരാമർശിക്കുകയുണ്ടായി. പ്രിയ സുഹൃത്തെ, എന്ത് തരത്തിലുള്ളൊരു റീച്ചും ഫെയിമും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫേസുമാണ് അവർക്കുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ. അതെങ്ങനെ ഉണ്ടായെന്നറിയാലോ. അതൊന്നും കൂടി കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വന്നിട്ട് ഈ ഇൻ്റർവ്യൂ എടുത്തത്? വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോകരുത്. ഞാൻ സത്യം പറയാം, വലിയൊരു നെഗറ്റീവ് വലിയൊരു എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കോണ്ടൻറ്റ് ഒരു കാര്യത്തിൽ ഇല്ലായിരുന്നു. എന്നിട്ട് ആങ്കർ വന്നൊരു ഇൻ്റർവ്യൂ കൂടി സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പോൾ വീണ്ടും വിട്ട് എയറിലോട്ട് അവർ തന്നെ പറയുന്നുണ്ട്, രേണു തന്നെ പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാവും ഇങ്ങനെയാവുന്നു. സോ ഇതിൽ നിന്ന് വ്യക്തമല്ല ഇതെല്ലാം പ്ലാൻഡ് ആണെന്ന്. കാശ് കിട്ടുന്നല്ലേ, കുറച്ചൊക്കെ നമുക്ക് കൂടി കിട്ടട്ടെ. എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്
എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തിരിച്ച് വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ലക്ഷം രൂപയുടെ മരുന്ന് ഇതിലേ കൂടെ കയറുന്നത്. ഇത് ഈ തൊടയിൽ കയറ്റിയിട്ട് തൊടയിലാണ് കുത്തുന്നത്. ആൻറ്റിബോഡി 2.5 ലക്ഷം രൂപയുടെ എല്ലാ കീമോയ്ക്കും ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഇവിടെ കുത്തി വെക്കും. ആ കുത്തി വെക്കുമ്പം ഡോക്ടേഴ്സാണ് കൂടെ നിൽക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ ഇത്ര മിനിറ്റ് സെക്കൻഡിനകമാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ മരുന്നിൻ്റെ കാര്യം ഞാൻ ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് പറയണം, ഈ വക മരുന്ന് കയറ്റുന്ന സമയത്ത് അറ്റ്മോസ്റ്റ് കെയർ നമ്മൾ എടുക്കണം. ഡോക്ടേഴ്സ് എടുക്കുന്ന കെയറിനെ കുറിച്ച് ഇവരിപ്പോൾ പറഞ്ഞില്ലേ, ഇതിനേക്കാൾ കൂടുതൽ ആ പേഷ്യൻറ്റും പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നവരും അവരുടെ കൂടെ ഉള്ളവരെല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലെ പഞ്ചായത്ത് കണക്ക് ആളെയും വിളിച്ചിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ട് 1 മാസക്കുള്ളിൽ ഒരു കുന്തവും കുടച്ചക്രവും ഇല്ലാണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്നിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പറ്റത്തില്ല. അത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞില്ലേ? എനിക്കതാണ് തോന്നുന്നത്. നിങ്ങളുടെ ഡോക്ടർ അതൊന്നും പറഞ്ഞു തന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർ അതൊന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം എന്നല്ലായിരിക്കും കേട്ടോ. ഈ ഒരു മെഡിസിനും കാര്യങ്ങളൊക്കെ കയറ്റി ഇത്രയും ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ യു ഷുഡ് നോട്ട് എക്സ്പോസ് ലൈക്ക് ദിസ്, വിയർ എ മാസ്ക്, സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ ഒരു ഹൈജീൻ എപ്പോഴും കീപ്പ് ചെയ്യുക. ഹൈജീൻ കീപ്പ് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല, അതവരുടെ വെരി പേഴ്സണൽ കാര്യം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു എന്താ പറയുക മെഡിസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ പിക്ലൈൻ്റെ കേസ് തന്നെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. പിക്ലൈൻ ഇടുന്ന സമയത്ത് നമ്മൾ കൈകൾ അനക്കണം, ഒരൊറ്റ റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ വെക്കാൽ, ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ്. ജസ്റ്റ് ചെറിയൊരു മൂവ്മെൻറ്റ് അതിന് വേണം, അല്ലാണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കുന്ന ഇതല്ല വേണ്ടത്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. അറിയാണ്ട് ആ ഡോക്ടർ എന്തോ പറഞ്ഞ് കൈ അടക്കം അനക്കണമെന്ന്, അത് അനക്കണമെന്ന് പറഞ്ഞുകൂടി രേണുസുതി ഡാൻസായി ഹൈ. അത് പാടില്ല. അങ്ങനെയാണ് ഇൻഫെക്ഷൻ വന്നത്. ഇപ്പുറത്തെ കൈയിന് കൂടി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാലിൽ തൊടയിൽ എവിടെ കണ്ട് കുത്തണ സാധനം, ഇവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ നീര് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ കാര്യം അധോഗതി. ഇതൊക്കെ കണ്ടിട്ട് ഈ പിക്ലൈനും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അപകടത്തിലാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്, ആരും തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ, മിസ്ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഈ മെഡിസിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, കെയർ എടുക്കേണ്ട ഒരു സമയമാണ്. ഇതുപോലെ ഇൻ്റർവ്യൂസൊക്കെ ഓൺലൈനായിട്ട് എടുക്കാമല്ലോ, അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ട് എടുക്കുക. രേണുസൂതിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം മാസ്ക് ഇട്ടാലും. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇവരുടെ പഴയ ഇൻ്റർവ്യൂ വീഡിയോയിൽ കണ്ടൊരു കമൻറ്റാണ്. ഇവർ ലാസ്റ്റ് ഇൻ്റർവ്യൂ വീഡിയോയിൽ വിഗ് എടുത്ത് മാറ്റുന്നുണ്ട്, ഇവരുടെ തലയിൽ മുടി പോയത്. അത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ നോക്കിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. മുടി ട്രിം ചെയ്ത് കളയില്ലേ നമ്മൾ, മൊട്ടത്തലടിക്കില്ലേ, അപ്പോൾ വന്നേക്കണ പോലെ കുറ്റി മുടികളെ മൊത്തം നിൽക്കുന്നത്. ഓക്കെ, ഇത് ഞാനൊരു കമൻറ്റിൽ ഉൾപ്പെടെ കണ്ട് ഞാനിപ്പോൾ ഒരാളായിട്ട് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്ത്. പക്ഷേ ക്യാൻസർ വന്ന് കീമോ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക, കീമോ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എഗെയിൻ നോട്ട് ദ പോയിൻറ്റ്, കീമോ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, കീമോ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് മുടി ഒരിക്കലും ഇങ്ങനെ കുറ്റി പോലെ ട്രിം ചെയ്ത പോലെ അല്ല നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒരു എന്താ പറയുക, ഫുൾ മുടിയൊക്കെ പോയി കഷണ്ടി ആയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ ഒരുമാതിരി ഓയിലി പോലെ ഇരിക്കുന്ന, അങ്ങനെ ഇരിക്കും. അതായത് മുടിയേ ഇല്ലാത്തൊരു ഹെഡ് പോലെ, അങ്ങനത്തെ ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കണേ. കൂടാതെ ഞാൻ ഗൂഗിളിലും കുറച്ച് ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് അങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എഗെയിൻ ഇതും എൻ്റെ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്നേ പറയാനുള്ളൂ. ഇതിൻ്റെ അകത്ത് കാര്യം നമ്മളൊക്കെ അറിവും വിവരമുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഒരു ആളാണ് അങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സിലതായിരുന്നു. പക്ഷെ വിധി അതല്ലല്ലോ, പൈസയ്ക്ക് മുന്നിൽ പരുതും പറക്കത്തില്ലല്ലോ. പൈസ. ഈ ക്യാൻസർ കൊണ്ട് പഠിച്ചൊരു പാഠം എന്താ? ക്യാൻസർ കൊണ്ട് ഇവരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ക്യാൻസർ നല്ലോണം പഠിച്ചിട്ടുണ്ടാവും എന്തായാലും. ക്യാൻസർ കൊണ്ട് ഇവരുടെ പഴയ ക്യാരക്ടറും ഇപ്പോഴത്തെ തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. പിന്നെ ഇവർക്ക് കുറേ തിരിച്ചറിവ് കിട്ടിയെന്ന് പറയുന്നുണ്ട്, അതിപ്പോൾ ജനങ്ങൾക്കും കിട്ടി. ഇത്രയും പ്രശ്നമായിട്ടും രേണുവിനോട് ഇഷ്ടം, എനിക്ക് സത്യം കിട്ടും നല്ലൊരു സിമ്പതിയൊക്കെ തോന്നി. ഇവർ ആദ്യത്തെ ക്യാൻസർ റിവീലിങ്ങിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ സിമ്പതിയൊക്കെ തോന്നി, ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നി. ഇനി ഒരിക്കലും ഇവരെക്കുറിച്ച് നെഗറ്റീവ് പറയേണ്ടെന്ന് വിചാരിച്ചതാണ്. ആ നമ്മളുൾപ്പെടെ ഇങ്ങനെ മാറ്റിയെടുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ ഇപ്പോഴും നെഗറ്റീവ്, ഇതിപ്പോൾ ഇവർ പറയുന്ന വേർഷൻ പച്ചക്കള്ളോ. ഇവരുടെ ഫസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു കേസ് പറഞ്ഞപ്പോഴേക്കും എല്ലാ വീഡിയോയിലും എല്ലായിടത്തും പോസിറ്റീവായിട്ടുള്ള കമൻറ്റും ഇവരോടുള്ള സ്നേഹവും കണ്ണീരും പ്രാർത്ഥനയും എല്ലാവർക്കും. അത് ഇപ്പം മഷിട്ടോക്കിയാൽ കാണില്ല, 1-2 കമൻറ്റ് അങ്ങനെ കണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവരുടെ വായിലെ നാക്കും കൊണ്ടാണെന്നുള്ള, ഇവരുടെ പ്രവൃത്തികൾ കൊണ്ടാണെന്നുള്ളതും ആരെങ്കിലും ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കാര്യം ഇങ്ങനെയല്ല, ഇവർ രക്ഷപ്പെടണം എന്ന് തന്നെ നമ്മൾക്ക് ആഗ്രഹം. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന് എത്രത്തോളം അതിനെക്കുറിച്ചുള്ള അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കാം, അതെങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള സാധനങ്ങൾ ചെയ്ത് വീഡിയോസോ ഇൻ്റർവ്യൂസോ ചെയ്ത് എന്നേ പറയുന്നുള്ളൂ. ജനങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളാരും വെറുക്കാൻ വേണ്ടിയല്ല നമ്മൾ ആരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഫുൾ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാര്യം നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നമുക്ക് അറിയാവുന്നവർ തന്നെ ഉണ്ട് ഇത്രയൊക്കെ ഈ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഒരുമാതിരി
അവരൊക്കെ കണ്ണീരിനും പ്രാർത്ഥനക്കൊന്നും ഒരു വിലയില്ലാണ്ടാക്കി കളഞ്ഞു രേണുസുതി. ചില സമയത്ത് നിങ്ങളുടെ സംസാരം എപ്പോഴും അല്ല, ചില സമയത്ത്. കിച്ചുവിൻ്റെ മാഹി മച്ചാൻ്റെ ഒപ്പം ഉള്ളൊരു പോഡ്കാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഒരു അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ ഉണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ. കാര്യം ഇവർ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടും കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ പുള്ളി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങളെ കാണിക്കണം, മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. എന്താവണം ഒരു ആഗ്രഹവും ഇല്ല. കാരണം വേണ്ടല്ല എനിക്ക് അപ്പാപ്പ കിട്ടുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഒരു സംഭവം ഇല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടറായിട്ട് ഒരാളുണ്ട്. ഒന്നിനും പേടിക്കേണ്ട ഒരു കാര്യത്തിന് ആ ഒരു ഇതുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു കംഫർട്ട് സോൺ വിട്ടതിന് ശേഷമാണ് സത്യത്തില് കിച്ചുവായി മാറിയത് അല്ലേ? ഇതുവരെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരുന്നു, ഒന്നും ചിന്തിക്കാതെ അതിൻ്റെ അപ്പുറം. ഇതിൽ മൊത്തം കിച്ചുവിൻ്റെ ഒരു മെച്യൂരിറ്റി ലെവല് 10-21-22 വയസ്സുള്ള ചെക്കന് ഞാനൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അവൻ്റെ ഒരു മെച്യൂരിറ്റി ലെവല്, അല്ലെങ്കിൽ രേണുവിനേക്കാൾ മെച്യൂരിറ്റി ഉണ്ട്. ആ ഒരു ക്വാളിറ്റി അവൻ കാണിക്കുന്നുണ്ട് അവിടെ. അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതൊന്നും ഈ പറഞ്ഞ രേണുവിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ കോൺട്രവേഴ്സികളെ കുറിച്ച് നെഗറ്റീവ്സ് ഒന്നും പുള്ളി പറയുന്നില്ല. പുള്ളി പറയുന്ന മൊത്തം പുള്ളിയുടെ ആഗ്രഹങ്ങൾ, പുള്ളിയുടെ ലൈഫ്, പുള്ളിയുടെ ഒരു വിഷൻ, പുള്ളിയുടെ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. ഞാനിത് കണ്ടപ്പോൾ പ്രതീക്ഷിച്ചു ഒരു വാക്കൊക്കെ രേണുവിനെ കുറിച്ച് എവിടെയെങ്കിലും കിട്ടുമോ? ഒന്നും പറയത്തില്ല. അടിപൊളി മോനെ, നീ ഇങ്ങനെ തന്നെ പോകണം. അച്ഛനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ, അച്ഛൻ്റെ ഒരു ഇത്, പിന്നെ ഇവൻ്റെ ഒരു ആഗ്രഹം, അടുത്തൊരു നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്, അത് എനിക്ക് അത്യാവശ്യം കണക്ട് ചെയ്തു. എന്താണ് അടുത്ത വർഷമാകുമ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണൊന്ന് ആരും ഇറക്കി വിടാൻ പോകരുത് എന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോൾ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. ഇയാൾക്ക് ഇങ്ങനെ ഒരു സാധനം തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇറക്കി വിടരുതായിരുന്നു. അങ്ങനെ ഒരു തോന്നലുള്ളിലുള്ളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പെരുമാറ്റം, സംസാര രീതിയും കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇതിലും അവൻ ഈ പറഞ്ഞ പോലെ ഇറക്കി വിട്ടു എന്നല്ല പറഞ്ഞത്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് പുള്ളി ഒരു തീരുമാനം എടുത്ത് സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് മാറണം. 10-22 വയസ്സുള്ള ഒരു ചെക്കൻ്റെ സംസാരമാണ് കേൾക്കണേ. ഞാനൊക്കെ ഈ പ്രായത്തിൽ എന്നാ പുഴുങ്ങിയിരിക്കുന്ന അല്ല, അങ്ങനെ പറഞ്ഞല്ല. നമ്മളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഫോർട്ട് ഇട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പലരും ചോദിക്കുന്നു, നിനക്കൊന്നും വേറെ പണിയില്ലേ, നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന്. ഞാൻ പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ഒരൊറ്റ വീഡിയോ കാണുന്നവർക്ക് എങ്ങനെ മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എന്തുമാത്രം പല ടോപ്പിക്സ്, പല വിഷയങ്ങൾ, പല ഇൻവെസ്റ്റിഗേറ്റീവ് വീഡിയോസ് ഉൾപ്പെടെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണാത്ത കുറേ എണ്ണങ്ങൾ ഒരൊറ്റ വീഡിയോ കാണുമ്പോഴേക്കും വന്നങ്ങ് അഭിപ്രായം ഉണ്ടാക്കുക. എൻ്റെ കാര്യം ജസ്റ്റ് ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കൊന്നു. ഞാൻ അത്യാവശ്യം ഈ എന്താ പറയുക, ട്രിവാൻഡ്രം കൊച്ചി എയർപോർട്ടിലൊക്കെ ലീഡിങ് എയർലൈനിൽ രേണുസുതി പണ്ട് പറഞ്ഞ പോലെ ഞാൻ എയർലൈനിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഏത് വർക്കിനാണ് പോയെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ കൊച്ചിയിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഇവൻറ്റിൻ്റെ എന്തോ പരിപാടികൾക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ട്. അതിലുൾപ്പെടെ പോയിട്ട് ഫ്രണ്ടിൽ മറ്റേ ഹോസ്റ്റായിട്ട് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്. എൻ്റെ അടുത്തൊരു ഇതിനെ ഒരു വൃത്തികെട്ട സ്ത്രീ എന്നോട് പറഞ്ഞാൽ, ഞാൻ നല്ല സ്ത്രീ എന്ന് പറയില്ല, ഒരു വൃത്തികെട്ട സ്ത്രീ എന്നോട് പറഞ്ഞൊരു കഥയത്. വൃത്തികെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിട്ടാണ്, കള്ളമൊന്നുമല്ല. രേണുസുതി ഒരുപാട് കഷ്ടപ്പെടേണ്ട ആ സമയത്തൊക്കെ കേട്ടോ. ഞാൻ അങ്ങനെയാണ് പറഞ്ഞു തന്നെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പല ജോബുകളിലും. അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെ അവർ ഇതിലെത്തി. പക്ഷേ എയർപോർട്ടിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എയർലൈനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 സ്പൈസ് ജെറ്റ്, മലിൻഡോ എയർ, ജെറ്റ് എയർവേസ്. ലാസ്റ്റ് വർക്ക് ചെയ്ത ജെറ്റ് എയർവേസ് ഇന്ത്യ ലിമിറ്റഡ്. എയർലൈൻ ക്ലോസ് ചെയ്തു. അതിൻ്റെ എന്താ പറയുക, നമുക്ക് കിട്ടേണ്ട സാലറി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ യൂറോപ്പിലും വർക്ക് ചെയ്യേണ്ട 2 കമ്പനിയിൽ ഒരു ക്യുക്കർ എന്ന് പറയുന്ന കമ്പനി, പ്ലസ് മെറ്റേഡ, അതായത് ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ മെറ്റേഡ ഒരു കമ്പനി ഉണ്ട്, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അഡ്വർടൈസിങ് സപ്പോർട്ട് ചാനലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ GCCയിൽ പോയി. GCCയിൽ ഒരു കമ്പനിയുടെ HR അസിസ്റ്റൻ്റ് ആയിരുന്നു. യുദ്ധവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും, ജോലിയൊക്കെ പോയ സമയത്ത് ഞാൻ അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിലൊന്നും ഓക്കെ. എനിക്ക് എൻ്റെ പാഷൻ ഞാൻ അതുവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പാഷൻ എനിക്കൊരു പ്രൊഫഷനായിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ സംസാരിച്ച് അവർ ട്രൈ ചെയ്ത് നോക്കും, മാക്സിമം എനിക്ക് എഫോർട്ട് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അത്യാവശ്യം കുറച്ച് ഇൻ്റർവ്യൂസും ചാനൽ ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു പരിപാടിയുടെ ഭാഗമാവാൻ വേണ്ടി ഇരുന്നതാണ്. അതിനിപ്പോൾ ഏതെങ്കിലുമൊക്കെ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇപ്പോൾ കിച്ചുവിൻ്റെ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയത് ഈ പയ്യനോട്. പക്ഷേ അതേ സമയത്ത് രേണുസുതി എന്താ പറഞ്ഞു നോക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നടാ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. സബ്സ്ക്രൈബൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വലിയ വിരോധമൊന്നുമില്ല കേട്ടോ.